Hello guys, welcome back to my channel. Yes, how was your 2025? എൻ്റെ ലൈഫിൽ ഈ 2025 ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം തന്നെ മേ ബി ഫ്യൂച്ചറിൽ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ എനിക്ക് അപ്സ് ആയിരിക്കും, ചിലപ്പോൾ എനിക്ക് ഡൗൺസ് ആയിരിക്കും, എന്തായാലും. പക്ഷേ ഈ 2025 എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ വീടിൽ നിന്നൊന്നും മാറി നിൽക്കാത്തൊരു പേഴ്സൺ ആയിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് മാറുന്നു, ഒരു പുതിയ കൺട്രി, UK, വേറെ ലാംഗ്വേജ്, വേറെ ഫ്രണ്ട്സ്, വേറെ തന്നെ എല്ലാ ആൾക്കാരും, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരും കൂടിയില്ല. ലൈക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി, നമ്മുടെ കസിൻസ്, ഫ്രണ്ട്സ് ആരും നമ്മുടെ കൂടിയില്ല. അങ്ങനെയൊക്കെ അന്ന് എനിക്ക് ഈ ഒരു എൻ്റെ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു അത്. ഈ ഒരു 1.5 വർഷം എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. പണ്ടത്തെ ആ 1.5 വർഷത്തിന് മുമ്പുള്ള ഒരു സ്നേഹാശിജുവെ അല്ല ഇപ്പോൾ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേഹിക്കും ഈ സ്നേഹിക്കുന്ന തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. സോ ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ. കുറേ കാര്യങ്ങളിൽ ഞാൻ വന്നെടുക്കപ്പോഴും പറയുമായിരുന്നു, ഓക്കെ UK വന്നത് ഏറ്റവും ബാഡ് ഡിസിഷൻ ആയിരുന്നു, ഞാൻ എടുത്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബാഡ് ഡിസിഷൻ ആയിരുന്നു, ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ. ബട്ട് നൗ ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. UK വന്നത് എന്തുകൊണ്ടും എനിക്ക് എൻ്റെ സെൽഫ് മീൻസ് എങ്ങനെ എനിക്കത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് എങ്ങനെ അധികം സംസാരിക്കാനൊന്നും അറിഞ്ഞൂടെ. പക്ഷെ ഭയങ്കരമായിട്ട് UK എന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷം എന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമില്ല, വിഷൻ ബോർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. എനിക്ക് ഈ വിഷൻ ബോർഡിൽ പണ്ട് മുതലേ വിശ്വാസം ഉണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ +2 വെച്ചിട്ട് ഒരു വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഞാൻ ആ ടൈമിൽ എടുത്തു വെച്ചിട്ടില്ല. ബിക്കോസ് +2 കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ അബ്രോഡ് സ്റ്റഡീസ്, ഇറ്റലി പോകണം എന്നുള്ളത്. ആ വിഷൻ ബോർഡിലുള്ള ഒരു കാര്യം പോലും എൻ്റെ ലൈഫിൽ എനിക്ക് നടന്നിട്ടില്ല. അന്ന് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. ഞാൻ ഓർത്ത് നോക്കി ഇതൊക്കെ വെറുതെയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അന്ന് പേളിമണിയുടെ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. അന്ന് ഐ തിങ്ക് 5 ഇയേഴ്സോ 4 ഇയേഴ്സൊക്കെ മുമ്പ് ഞാൻ അന്ന് ചെയ്തതാണ്. അന്ന് എൻ്റെ ഒരു കാര്യം പോലെ എൻ്റെ ലൈഫിൽ നടന്നില്ല. സോ ഞാനത് അങ്ങനെ തന്നെ ആ ഇയർ കഴിഞ്ഞപ്പോൾ കീറിക്കളഞ്ഞു. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സോ ദിസ് ഇയർ എന്ന് വെച്ചാൽ 2024 ലാസ്റ്റ് ഞാനൊരു വിഷൻ ബോർഡ് ചെയ്തു. എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചു. എനിക്കിതൊക്കെ വേണം എന്ന് ആഗ്രഹിച്ചത് ജസ്റ്റ് അതെൻ്റെ ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു. ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബിക്കോസ് ഞാൻ UK വന്നിട്ട് ഒരു ബിഗിനിങ് സ്റ്റേജാണ്. എനിക്കൊരു ജോബ് പോലും പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ വെറുതെ എഴുതി വെച്ച കുറേ ആഗ്രഹങ്ങൾ നടന്നു. ചിലത് നടന്നു, ചിലത് നടന്നില്ല. ബട്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പോൾ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടാവും, ചില ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അതൊന്നും നടന്നില്ലേ പോലും ഒരു നാളെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കും, നമ്മൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്താൽ. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു മസ്റ്റ് ഡൂ ഇറ്റ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ വിഷൻ ബോർഡ്. ഇതായിരുന്നു എൻ്റെ വിഷൻ ബോർഡ്. ഇതിൽ കുറേ കാര്യങ്ങൾ നടന്നു, കുറേ കാര്യങ്ങൾ നടന്നില്ല. ഇത് കണ്ടോ, ഞാൻ ലാസ്റ്റ് ഇയർ ഇത് ചെയ്ത് ജസ്റ്റ് കോളേജിൽ പോയപ്പോൾ വെറുതെ പ്രിൻ്റ് എടുത്ത് ഒരു കബോർഡിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചു വെച്ചു. ബിക്കോസ് എല്ലാ ദിവസവും ഞാൻ ഡ്രസ്സ് കൊടുക്കണ കബോർഡിൽ ഞാൻ ഡ്രസ്സ് കൊടുക്കുമ്പോൾ ജസ്റ്റ് അത് കാണും, ഓക്കെ. ചിലപ്പോൾ ഞാനതിൽ നോക്കിയിരിക്കും, ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ചെയ്യണ്ടേ. പിന്നെ ഞാൻ അതിനു വേണ്ടി ജസ്റ്റ് ട്രൈ ചെയ്യും. ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ മേ ബി അത് നിങ്ങൾ എല്ലാ ദിവസവും അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് എത്താൻ എന്തായാലും ട്രൈ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ജോബാണ്. ഇവിടെ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 ആഴ്ച ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ എൻ്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി. ഈശോ എനിക്ക് അതിലും അടിപൊളി ഒരു ഗ്രേറ്റ്ഫുൾ ലൈഫ് തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്നത്തെ കാര്യമാണ് പറയുന്നത്. ഞാൻ വന്നെടുക്കുക എനിക്ക് ജോലി ഇല്ലാണ്ട് നടന്നിട്ടുണ്ട്, റെൻ്റ് കൊടുക്കാൻ കാശില്ലാണ്ട് നടന്നിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഭയങ്കര ഷോക്കായിരുന്നു. അപ്പം പിന്നെ ഞാൻ ജോലികൾ ചെയ്യുമായിരുന്നു. മേ ബി ഒരു വീക്ക് അവിടെ പോകും, ഒരു വീക്ക് വേറെ സ്ഥലത്ത് പോകും, ഒരു വീക്ക് വെയർ ഹൗസ് പോകും, ഒരു വീക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ജോലികളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ
എനിക്കൊരു പ്രോപ്പർ ജോബ് ഉണ്ടായിരുന്നില്ല. ജാനുവരി 1st വീക്ക് ഞാൻ NHSൽ ഒരു ജോബിന് അപ്ലൈ ചെയ്തു. എനിക്ക് ആ ജോലി കിട്ടി. ഇപ്പോൾ 1 ഇയർ ആയി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു. ഐ ആം സോ 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 ഗ്രേറ്റ്ഫുൾ. NHSലൊക്കെ ഒരു ജോലി എല്ലാവരുടെയും ഡ്രീമായിരിക്കും UK-ൽ. എനിക്ക് പാർട്ട് ടൈം ആയിട്ട് അവിടെ കയറാൻ പറ്റിയെന്ന് ഇപ്പോഴും ഞാൻ വണ്ടറാണ്. എങ്ങനെ എനിക്കത് പറ്റിയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. സോ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ. അതിനെന്നെ ഹെൽപ്പ് ചെയ്ത് ചേച്ചിമാർക്കും റെഫർ ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് സെക്കൻഡ് വൺ, ഇതിൽ കുറേയൊക്കെ നടന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറേയൊക്കെ നടന്നിട്ടുണ്ട്, കുറേയൊക്കെ നടന്നിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഇതായിരുന്നു എനിക്ക് അപ്പേനെ കാണണമെന്ന്. ഇതെൻ്റെ അപ്പയുടെ എൻ്റെയും പോലെ ഒരു മാനിഫെസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. ബിക്കോസ് ഞാൻ അപ്പനെ കണ്ടിട്ട് 10 years ആയിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് എൻ്റെ അപ്പ ഇറ്റലിക്ക് പോയത്. സോ ഞങ്ങളുടെ നല്ലൊരു ഫോട്ടോ പോലും എനിക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ പിൻട്രസ്റ്റ് എന്തോ എടുത്ത് വെച്ചത് ഫോട്ടോയാണത്. സോ എനിക്ക് അപ്പനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൻ എന്നോട് എല്ലാ വർഷവും വരാം, അടുത്ത വർഷം വരാം, അടുത്ത വർഷം വരാം, അടുത്ത വർഷം വരാം. ബിക്കോസ് ആ പ്രായത്തിൽ ഒക്കെ അടുത്ത വർഷം എൻ്റെ അപ്പം വരും, അടുത്ത വർഷം എൻ്റെ അപ്പം വരും, അടുത്ത ഡിസംബറിൽ എൻ്റെ അപ്പം വരും, അടുത്ത ജാനുവരിയിൽ എൻ്റെ അപ്പം വരും. ഇങ്ങനെ ഇരുന്ന് 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഞാൻ മാസ്റ്റേഴ്സിനാണ്ട് UK എത്തി. എന്നിട്ട് ഞാൻ അപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അപ്പന് കുറേ വിസാൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അന്ന് ഈ ഫോട്ടോ ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ ശങ്കൻ എടുത്തിട്ട് ഈ വർഷം ശങ്കൻ എടുത്തിട്ട് ഇറ്റലി പോയാലും അപ്പനെ കണ്ടിരിക്കും. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എന്തോ ദൈവം അനുഗ്രഹിച്ച്, എനിക്കിപ്പോഴും മനസ്സിലാവുള്ള അതെങ്ങനെയാണെന്ന്, എന്തോ ദൈവം അനുഗ്രഹിച്ച് അപ്പോൾ വരുമ്പോൾ എനിക്ക് അവിടെ നാട്ടിൽ വരാൻ പറ്റി. അപ്പന് ഈ വർഷം വിസ കിട്ടി, PR കിട്ടി. അപ്പം നാട്ടിൽ വന്നു. അപ്പോൾ എനിക്കും നാട്ടിൽ വരാൻ പറ്റി, അപ്പൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒരു മാസം ആ മൊമെന്റ്സ് എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതിന് വേണ്ടി ഓക്കെ ഇനി എപ്പോഴാണ് അതെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ജീവിക്കണം തന്നെ. ഐ എം സോ ഹാപ്പി, സോ ഹാപ്പി. ഞങ്ങളുടെ ഫാമിലി ടൈം, എനിക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. സോ ഞാൻ കുറേ പറഞ്ഞ ഈ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. പിന്നെ ഇത് മേ ബി മിററായിരിക്കും. പേ ഫീസ് എന്നാണ് ഇത്. പേ ഫീസ് എനിക്കിവിടെ വന്നപ്പോൾ എൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഐ തിങ്ക് 16 lakh 17 lakh അടുത്തായിരുന്നു. 16 to 17 lakhൻ്റെ ഇടയിലായിരുന്നു. അതിൽ ഞാൻ 60% അടച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഫീസ് എനിക്ക് അടക്കണമായിരുന്നു. അത്തരം ഞാൻ പാർട്ട് ടൈമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പോലെ എൻ്റെ ഉള്ളിൽ വെറുതെ പേ ഫീസ് അടക്കാൻ പറ്റിയാൽ അടക്കാം എന്നുള്ള മൂടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എല്ലാ ദിവസവും പണിക്ക് പോയി. ഞാൻ സൺഡേസ് സാറ്റർഡേസ് എല്ലാം പണിക്ക് പോയി. കുറേ പരിപാടികളൊക്കെ മിസ് ചെയ്തു. കുറേ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കാശ് കിട്ടിയാൽ ഓക്കെ പോവാ, ഡ്രസ്സ് മേടിക്കുക, പോവാ, ഓക്കെ ചെരുപ്പ് മേടിക്കുക, ബാഗ് മേടിക്കുക, ലൈക്ക് ദാറ്റ്. ഞാൻ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ദൂർത്തടിക്കുന്നൊരു പുത്രിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ ഫണ്ട് സേവ് ഇട്ട് എൻ്റെ ഫീസ് അടച്ചു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഞാൻ അതിൻ്റെ വിഷ്വൽസൊക്കെ എൻ്റെ കയ്യിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. എൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലവർക്ക് ഫീസ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അവരെ ഇതാക്കി പറയുന്നില്ല. പക്ഷേ എനിക്ക് ഫീസ് എൻ്റെ കാശ് കൊണ്ട് തന്നെ എൻ്റെ മാസ്റ്റേഴ്സ് ഫീസ് കുറച്ചെങ്കിലും എന്നെക്കൊണ്ട് പറ്റാമെന്ന് മറക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ വെരി ഹാപ്പി. ഐ തിങ്ക് അറൗണ്ട് ഒരു 5 lakhs അടുത്ത് ഞാൻ എൻ്റെ ഫീസ് അടച്ചു ഈ വർഷം സേവ് ചെയ്തിട്ട്. നെക്സ്റ്റ് ഫോൺ, iPhone. അതൊരു വലിയ കഥയാണ് ഗൈസ്. പക്ഷെ ചുരുക്കി പറയാം, എനിക്കറിയാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെന്ന്. iPhone ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐഫോൺ വേണമെന്ന്. +2 കഴിഞ്ഞപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു ഐഫോൺ വേണം. കോളേജിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. റീലൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കെഞ്ചും, എടാ ഒന്ന് ഫോൺ തരാം, ഒരു വീഡിയോ എടുത്തിട്ട് ഇപ്പം തരാം. അപ്പോൾ അവരുടെയൊക്കെ ഷോ ഉണ്ടാവും, എടാ ചാർജ് ഇല്ല, വേഗം തന്നെ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ലൈക്ക്. അപ്പം ഞാൻ എന്നൊക്കെ എനിക്കൊരു ഫോൺ എടുക്കാൻ പറ്റും. മേ ബി അപ്പനോടൊക്കെ ചോദിച്ചാൽ അപ്പനൊക്കെ മേടിച്ച് തരാൻ പറ്റുമായിരിക്കാം. പക്ഷെ എന്നാലും എനിക്ക് എപ്പോഴായിരിക്കും കാശൊക്കെ കൊടുത്ത് ഫോൺ മേടിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അപ്പം എനിക്കൊരു ഐഫോൺ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരു 11 ആയിരുന്നു തോന്നുന്നു. അതിവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ഒരു 11th ജനറേഷൻ ഒരു ഐഫോൺ ആയിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എനിക്കത് മതി, ഞാൻ ഹാപ്പിയാണ്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദെൻ ഞാൻ ഈ ഫോട്ടോ ഇവിടെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ അനിയന് 18 ഇയേഴ്സ് ആവുമായിരുന്നു ഈ ഇയർ. ഈ November 18 അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ അന്ന് അവനൊരു ഐഫോൺ ഗിഫ്റ്റ് ചെയ്യാം എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഫോട്ടോ അന്നേ വെച്ചത്. എൻ്റെ വിഷൻ ബോർഡിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ അപ്പന്, അമ്മക്ക്, അനിയന്, അമ്മാമ്മക്ക് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ബിക്കോസ് ഞാൻ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. എനിക്ക് അവർ കഴിഞ്ഞിട്ടുള്ളൂ എന്തും. സോ അന്ന് ഞാൻ എഴുതിയതായിരുന്നു November ആകുമ്പോൾ കാശ് സേവ് ചെയ്ത് എൻ്റെ അനിയനൊരു ഫോൺ എടുത്ത് കൊടുക്കണമെന്ന്. പക്ഷേ കറക്റ്റ് ആ ഒരു വർഷം തുടങ്ങി, ഐ തിങ്ക് മാർച്ചിലോ എപ്പോഴോ അവൻ്റെ ഫോൺ അടിച്ചു പോയി. അങ്ങനെ ഞാനും അപ്പനും കൂടി ഷെയർ ഇട്ട് 50-50 ഇട്ടിട്ട് അവനൊരു 16 എടുത്ത് കൊടുത്തു. സോ ഹാപ്പി. ഞാൻ ഫോൺ എടുത്ത് കൊടുത്ത് ലൈക്ക് ആ ഒരു ഫീലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ഞാനൊരു ഫോണ് ഈ വർഷം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ഈ വർഷം ഞാൻ എനിക്കും ഒരു ഫോൺ എടുത്ത് 16 Pro Max. ഞാൻ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതൊക്കെ നടന്നതാണോ എന്ന്. അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു ഐവാച്ചും എടുത്ത്. ആൻഡ് സെയിം ടൈം ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ അപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പനും ഒരു ഫോൺ എടുത്ത് കൊടുക്കാൻ എനിക്ക് പറ്റി. ഞാൻ ഒരു ഫോൺ അവന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ എനിക്കും അപ്പക്കും വാച്ചും എല്ലാം എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ നടന്നത് തന്നെയാണോ എന്നുള്ളത്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഞാനിത് എപ്പോഴും കാണുമായിരുന്നു ഇങ്ങനെ. ഓക്കെ, ഫോൺ ഫസ്റ്റ് അവന് ഫോൺ എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ കഴിഞ്ഞു. എൻ്റെ ഉള്ളിൽ അത് ടിക്കായിരുന്നു. പിന്നെയും കാണുമ്പോൾ ഓക്കെ എനിക്കൊരു ഫോൺ എടുത്താലോ എന്നുള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ അത് നടന്നു ഗൈസ്. ഐ കാൺട്ട് ബിലീവ് ദാറ്റ്. പിന്നെ വിസിറ്റ് കേരള. നാട്ടിൽ ഇവിടെ നോർമൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിള്ളേരായിട്ട് വരുമ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായി ഫുൾ ടൈമൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് നോർമലി കാശൊക്കെ സേവ് ചെയ്ത് നാട്ടിൽ പോകാൻ പറ്റാറ്. മോസ്റ്റ് ഓഫ് ആൾക്കാർ അങ്ങനെയാണ് ചെയ്യാറ്. ഒരു 80% അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രിപ്പൊന്നും പോയില്ലെങ്കിലും എങ്ങനെയെങ്കിലും നാട്ടിൽ പോകണം. ഇവിടെ അന്ന് മുതലുള്ള ഇവിടെ ഞാൻ വന്ന അടുത്ത മാസം മുതൽ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കും. എപ്പോഴാണ് നാട്ടിൽ പോയപ്പോഴാണ് അമ്മേനെ കാണാൻ പറ്റുക, ഇങ്ങനെയൊക്കെ എനിക്ക് നാട്ടിൽ പോകണം. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഈ വർഷം ഞാൻ പോകുന്നൊന്നും വിചാരിച്ചില്ല. ഞാൻ വെറുതെ എഴുതി വെച്ചതാ വിസിറ്റ് കേരള, വെറുതെ. പക്ഷേ ഈ വർഷം ജൂണിൽ ഞാൻ നാട്ടിൽ പോയി. എൻ്റെ എല്ലാ കസിൻസിനെയും കണ്ട് എന്തോ ഭാഗ്യത്തിന് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു, അടിച്ച് പൊളിച്ച് സൂപ്പറായിരുന്നു ഗൈസ്. ഞാനത് വെറുതെ എഴുതിയതാണ്. ശരിക്കും പോകുന്നു ഞാൻ ഒട്ടും നടക്കൂലെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു അത് പക്ഷേ നടന്നു. പിന്നെ ഇത് ട്രിപ്പ് പോകണമെന്നായിരുന്നു. അതും നിങ്ങളത് ആലോചിച്ച് നോക്കും. ഞാൻ എനിക്കൊരു ഇൻ്റർനാഷണൽ അടിക്കണമെന്നായിരുന്നു ആഗ്രഹം ആക്ച്വലി. പക്ഷെ അതെന്തായാലും നടക്കൂലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ഇങ്ങനെ വിഷൻ ബോർഡ് ഞാനും അപ്പുറത്തെ റൂമിലെ ചേച്ചിയും കൂടി ഒരുമിച്ചിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഇൻ്റർനാഷണൽ ഒന്നും അടിക്കൂല, ഒന്ന് ജസ്റ്റ് അപ്പുറത്ത് എവിടെയെങ്കിലും ഇപ്പം ലൈക്ക് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പോകാൻ തുടങ്ങില്ല, അങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. വല്ല ബെഡ്ഫോർഡോ വല്ല ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് സ്റ്റിക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അബുദാബി പോയി ഗൈസ്, അബുദാബി. ഞാൻ വെയിൽസ് പോയി. വെയിൽസ് ഇതൊക്കെ ചിലവർക്ക് ഇതൊന്നും അബുദാബി വെയിൽസ് എന്നൊക്കെ തോന്നണവരുണ്ടാവും, ചിലവർക്ക് എന്ന് തോന്നണവരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയ കാര്യമാണ്. അത് സത്യം പറഞ്ഞാൽ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് ഈ പറഞ്ഞാൽ ഭയങ്കര ലെങ്തായി പോകും. സോ അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ 7 സിസ്റ്റേഴ്സ് പോയി, വെയിൽസ് പോയി, അങ്ങനെ ചെറിയ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാറുണ്ട്. സോ ഹാപ്പി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് മതിയായിരുന്നു എനിക്ക് ഈ വർഷം. ഞാൻ ഇത്തിരി ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ എനിക്ക് ഈശോ ഒത്തിരി തന്നു. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. പിന്നെ ഇത് അമ്മയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മക്ക് എല്ലാ വർഷവും എല്ലാ മാസവും എനിക്ക് കാശ് അയച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് പറ്റിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ
പറ്റിയിട്ടില്ല, സത്യം പറയാലോ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇവിടുത്തെ എക്സ്പെൻസും ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ മാസവും നമുക്ക് കാശ് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അമ്മേനെ ഹാപ്പി ആയിട്ട് ഇരുത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അമ്മക്ക് വേണ്ട സമയത്ത് അമ്മ ചോദിക്കുന്ന കാശ് അമ്മ ചോദിക്കാറില്ല, അമ്മ എന്നോട് ഒന്നും ചോദിക്കാറില്ല. പക്ഷെ ഞാൻ അമ്മക്ക് എന്തൊക്കെ വേണമെന്ന് കണ്ടറിഞ്ഞ് ശ്രമിക്കാറുണ്ട് മിക്കപ്പോഴും. സോ യാ, പിന്നെ ഇതിൽ കുറേ സാധനമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ജോബ് എനിക്ക് കിട്ടി. ഇത് ഞാൻ പറയാം സോഷ്യൽ മീഡിയ ഞാനിവിടെ വന്നെടുക്കുക സ്ക്രോളിങ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ എനിക്കത് കുറക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് കുറച്ചു. ഞാൻ 2 hours പോലും എനിക്കിപ്പോൾ സ്ക്രീൻ ടൈം ഇല്ലാത്ത ഡേയ്സ് ഉണ്ട്. ഇപ്പം എനിക്ക് ഒട്ടുമില്ല, ബിക്കോസ് അത്ര ബിസിയാണ് എൻ്റെ ലൈഫ്. ഞാനിപ്പോൾ 2 ജോലിക്ക് പോകുന്നുണ്ട്. സോ ജോലി, ക്ലാസ്, അങ്ങനെയൊക്കെ ബാക്കിയുള്ള സമയം വീട് ക്ലീനാക്കുക, ഡ്രസ്സെല്ലാം ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക. അതുകൊണ്ട് ഫോണിൽ കളിക്കാനൊന്നും സമയമില്ല. സോ അതും ഗ്രാജുവലി അങ്ങ് നടന്നു. പിന്നെ ജിം നടക്കത്തില്ല എന്നൊരിക്കറിയായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. പക്ഷേ ഞാൻ ജിമ്മിലേ പോകില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ജിമ്മിലൊരു 1 month ഒക്കെ പോയെന്ന് തോന്നുന്നു. ഭയങ്കര അടുത്ത വർഷമെങ്കിലും എന്നെപ്പോലെ കുറച്ച് തടി, എനിക്കിത് ഡബിൾ ചിന്നൊക്കെ വന്നതൊക്കെ ഒന്ന് കുറക്കണമെന്ന് ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ഇയർ പിടിക്കാം. എല്ലാം ഈ വർഷം ശരിയാവില്ലല്ലോ. പിന്നെ ഈറ്റ് ഹെൽത്തി ഫുഡ്സ് കഴിക്കണം. എൻ്റെ ജീവിതത്തിൽ ഇതിൽ വെച്ച് ഏറ്റവും ഫ്ലോപ്പായിക്കുന്ന കാര്യമാണ് ഈറ്റ് ഹെൽത്തി. എൻ്റെ പൊന്നാളിയ, ഞാൻ അത് നോക്കാറേ ഇല്ല. എന്നെ പോലെ മടിയന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് HDL ഉണ്ടെന്ന്. ഐ എം ജസ്റ്റ് 22 years man, ബട്ട് ഐ ഹാവ് HDL എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ബാഡ് കൊളസ്ട്രോൾ ഉണ്ട് പോലും. അങ്ങനെ കണ്ടാൽ തോന്നും ഞാൻ ഭയങ്കര ഹെൽത്തി കുട്ടനായിട്ടല്ലേ ഇരിക്കണം. പക്ഷേ എനിക്ക് HDL ആണ് പോലും. സോ സൂക്ഷിച്ചോട്ടോ. എന്നെ പോലെയാണ് പൊറോട്ടയും ബീഫൊക്കെ കണ്ട ആർത്തിമൂത്ത് തിന്നക്കിരുന്നാൽ എപ്പോഴും ഇരുന്ന് ഇതുപോലെ അടുക്കും. പക്ഷെ അടുത്ത വർഷം ഞാൻ നടത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ പ്ലേസ്മെൻറ്റ് ലാസ്റ്റത്തെ ആയിരുന്നു. പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം. എനിക്ക് ഞാനിപ്പോൾ പഠിക്കുന്നത് MSc ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. സോ ഇതിൽ 2 year ആണ്. 1 year കോഴ്സും 1 year വിത്ത് ഒന്നില്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ റിസർച്ച് എടുക്കാമെന്ന്. ആ വർഷത്തെ എൻ്റെ പൊട്ടബുദ്ധിയിൽ എനിക്ക് തോന്നിയത് ഓക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക, 1 year എക്സ്പീരിയൻസ് UK-ലായിട്ട് ഏതെങ്കിലും കമ്പനിയിൽ ചേരാമെന്നായിരുന്നു. അത് പൊട്ടബുദ്ധിയല്ല, നല്ല ബുദ്ധിയായിരുന്നു. പക്ഷെ പിന്നെ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. എല്ലാം ഇപ്പം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ഏത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് മാറ്റി ഞാൻ റിസർച്ച് എടുത്തു. സോ ഞാനിപ്പോൾ റിസർച്ച് ചെയ്യുന്നതാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് റിസർച്ച് ചെയ്യുന്നതിൽ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ എത്രത്തോളം ഗ്രേറ്റ്ഫുള്ളാണ് ഇതിലെന്ന്. ഐ എം സോ 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 ഗ്രേറ്റ്ഫുൾ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ കാര്യം മേ ബി നിങ്ങൾക്കും ഇതുപോലെ ഒരു വിഷൻ ബോർഡൊക്കെ ചെയ്ത് അതൊക്കെ നടന്ന അടിപൊളിയല്ലേ. നിങ്ങൾ ഈ വർഷം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് എന്ത് വേണം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പൊറോട്ടയും ബീഫും കഴിച്ച് എന്തെങ്കിലുമൊക്കെ അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഓക്കെ അങ്ങനെ മടുക്കാറാണെങ്കിൽ നടന്നു. ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ച് അതൊരു ഡ്രീം അതൊന്ന് നടത്താൻ വേണ്ടിയിട്ട് അതിനോടൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറയല്ലേ, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു മസ്റ്റ് ഡൂ ഇറ്റ്. നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിക്കണം. നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇതുപോലെ എഴുതി വെച്ച് ഞാൻ സത്യം പറയല, ഞാൻ എല്ലാ ദിവസവും ഡോർ ഓർക്കുമ്പോൾ ഈ പെടങ്ങാൻ വെക്കും. ഫീസ് അടക്കണോ അല്ല. ഞാനിങ്ങനെ ഓർക്കും എനിക്ക് മടിയാണ് ജോലിക്ക് പോകണ്ടെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇപ്പം ഓണോന്നൊക്കെ പറഞ്ഞാൽ അതിലോർക്കും നമുക്ക് ഇത് ഫീസ് കാണും ഞാൻ. അപ്പോൾ തന്നെ ഫീസ് അടക്കണം, പണിക്ക് പോവാം ആ മൂഡ്. ചിലപ്പോൾ അങ്ങനെ ഇത് എന്നെ കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഒരു വിഷൻ ബോർഡ് അടുത്ത വർഷത്തേക്ക്, ഇത് വർഷം തന്നെ ഇപ്പം തന്നെ വേണമെന്നില്ല, മേ ബി നിങ്ങൾ പയ്യെ സമയം എടുത്ത് ടേക്ക് യുവർ ടൈം, എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് എഴുതി വെച്ച് നിങ്ങൾ ഇതുപോലെ മേ ബി ഒരു പിൻട്രസ്റ്റിലാക്കിയിട്ട് ഒരു എസ്തറ്റിക് വൈബിൽ എസ്തറ്റിക്കൊക്കെ നല്ല ഈ വർഷത്തെ എൻ്റെ വിഷൻ ബോർഡ് പക്ഷെ ഞാൻ അടിപൊളിയാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മേ ബി അടുത്ത വർഷം എൻ്റെ ഇതൊന്നും നടക്കില്ലായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് ഐ തിങ്ക് +2 എഴുതിയിട്ടുണ്ട്, ഡിഗ്രി ഫസ്റ്റ് ഇയർ എഴുതിയിട്ടുണ്ട്, ഡിഗ്രി സെക്കൻഡ് ഇയർ എഴുതിയിട്ടുണ്ട്. ഇതിൽ +2 എഴുതിയത് ഒന്നും നടന്നിട്ടില്ല, ഒന്നും.
പക്ഷെ ഞാനപ്പോൾ ഓർക്കുന്നു, ഓക്കെ ഞാനപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. എനിക്ക് ഫുഡ് കഴിക്കാൻ, എനിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. എനിക്ക് ഓടാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാലുണ്ട്, എൻ്റെ കൈയുണ്ട്. എനിക്ക് ചെയ്യാൻ എനിക്ക് ലൈക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ്. ഒരു വയ്യായിക വന്നതെന്ന് ആലോചിക്കും. സോ നിങ്ങൾ അതൊന്നും ഓർത്ത് എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്ക് ഐഫോൺ മേടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഓ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, ഓ ഞാനിനി എന്ന് നാട്ടിൽ പോവും, അങ്ങനെ ഒന്നും ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടുകയേ വേണ്ട. ഓ ഞാൻ ഫീസ് അടിച്ചില്ലല്ലോ, ഞാൻ വീട്ടുകാരനെ ബുദ്ധിമുട്ടിക്കുന്നതല്ലേ, അവർ വേണ്ടയാണല്ലോ എന്നെ, അങ്ങനെയൊന്നും ഒരിക്കലും നിങ്ങൾ ഓർത്ത് സങ്കടപ്പെടേണ്ട. മേ ബി നിങ്ങളുടെ ഇയർ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും, 2026 ആയിരിക്കും, അല്ലെങ്കിൽ 2027 ആയിരിക്കാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ട്രൈ ചെയ്യാണ്ടിരിക്കരുത്, ട്രൈ ചെയ്യാം, അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നായിരുന്നു എൻ്റെ വിഷൻ ബോർഡ്. ഇതൊക്കെയാണ് എൻ്റെ ഈ വർഷം നടന്ന ഏറ്റവും ബെസ്റ്റ് തിങ്സ് എൻ്റെ ലൈഫിൽ. ഞാൻ ആഗ്രഹിച്ച ഒരു 80% കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ നിങ്ങൾക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.